വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം നമ്മുടെ CCയിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഏറ്റവും അധികം സംശയവുമായിട്ട് വരുന്ന കോളുകൾ എന്ന് പറയുന്നത് ഹോം സയൻസുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള തരത്തിലുള്ള കോളുകളാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കോളുകളാണ്, സംശയങ്ങളാണ് നമുക്കിവിടെ CCയിൽ വരുന്നത്. അപ്പോൾ ആ സംശയമൊന്ന് നമുക്കൊന്ന് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് പ്രീ ഡിഗ്രി ആകാം, അല്ലെങ്കിൽ +2 ആകാം, അല്ലെങ്കിൽ +2വിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളാകാം. അവിടെ എല്ലാം എന്ത് ചെയ്തിരിക്കണം? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി MLT ആണ്. അപ്പോൾ VHSC MLTക്കാരെ കൊണ്ട് നമുക്ക് വലിയ സംശയങ്ങളോ കാര്യങ്ങളോ അവർ ഉന്നയിക്കാറില്ല. പകരം നമ്മുടെ ഹോം സയൻസ് പോലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകൾ എടുത്തവരാണ് സംശയം ചോദിക്കുന്നത്. ഇപ്പോൾ ഹോം സയൻസ് എടുത്തു പഠിച്ചു എന്ന് വിചാരിക്കുക. ഹോം സയൻസിൻ്റെ അകത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പറ്റുമോ? ഇല്ല, ഒരിക്കലും അവർക്ക് പറ്റില്ല. കാരണം ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടറുമാണ് അവർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമാണ് അവർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമാണ് അവർ +1 +2 തലത്തിൽ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി VHSC MLTക്കാർ അതുപോലെ തന്നെ ഹോം സയൻസ് ഒക്കെ എടുത്ത കുട്ടികൾ മറ്റൊരു സംശയം ചോദിക്കും, ഈ ഫിസിക്സ് ഒക്കെ ഏത് തരത്തിലായിരിക്കും, ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് ചില ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നത്. ഞാൻ സിലബസ് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പോൾ 15 മാർക്കിൻ്റെ ഫിസിക്സ് ആണ് ചോദിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഇഫ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈസ് 1% ആൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് ഈസ് 3%, what is the percentage error in calculating the volume of a cylinder? ഓക്കെ, ഇത് വരുന്നത് അല്ലേ ഇറർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അതായത് നമ്മൾ +1 പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇറർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന് പറയുന്ന ആ ഭാഗം. അതിൽ നിന്നാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ചോദ്യം. ഇത് മാത്തമാറ്റിക്സ്, ബേസിക് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇറർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ ഇറർ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റമാറ്റിക് ഇററോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇററോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റൊരു തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പ്രതീക്ഷിക്കേണ്ടത്. ഇനി അടുത്തൊരു ഭാഗം നോക്കാം. അടുത്തത് എ പാർട്ടിക്കിൾ മൂവ് വിത്ത് എ വെലോസിറ്റി 3 m/s ടുവേർഡ് ഈസ്റ്റ് ഫോർ എ ടൈം t ആൻഡ് വിത്ത് എ വെലോസിറ്റി 2 m/s ഫോർ എ ടൈം 2t along the north. ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ 2v1 v2 ഡിവൈഡഡ് ബൈ v1 + v2 എന്ന് പറയുന്ന ആ ഒരു ഫോർമുല വെച്ച് നമുക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി നമുക്ക് അങ്ങനെ എടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഇക്വേഷൻസ് ഓഫ് മോഷൻ വരുന്ന ഒരു ഭാഗമാണ് അല്ലേ. ആവറേജ് വെലോസിറ്റി പറഞ്ഞു, ആവറേജ് സ്പീഡ് വരാം. ഇനി നോർമൽ കേസിൽ നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. അവിടുത്തെ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടു ടൈം റേഷ്യോ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. ശരിക്കും പറയുന്നത് വെക്റ്റർ ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് വെക്റ്റർ ആണ്. ഇവിടെ ഫൈൻഡ് ദ ടോർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടോർക്കിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ഇൻറ്റു റേഡിയസ് F.r ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്ടർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞ് എല്ലാവരും ഈ പ്രോബ്ലം ചെയ്തിട്ടില്ലേ ഫിസിക്സിന്റെ ക്ലാസ്സിൽ?
ചെയ്തിട്ടില്ലെങ്കിലും ടീച്ചർ അവിടെ അല്ലെങ്കിൽ ആരാണോ ഫിസിക്സ് പഠിപ്പിച്ച അയാൾ അവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എവിടെ മാത്രമാണോ, ഫിസിക്സിൽ മാത്രമാണോ പഠിച്ചത്? +1 പോയിട്ട് അല്ലെങ്കിൽ +2 മാത്തമാറ്റിക്സിലും പഠിച്ചിട്ടില്ലേ? നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്കറിയാവുന്ന കേസല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസ് MSc ഫിസിക്സോ BSc ഫിസിക്സോ ഒക്കെ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എളുപ്പമല്ലേ ഇത്. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്. ഉണ്ടാവുമല്ലോ, അവർക്കാണ് കുറച്ച് ഫിസിക്സ് ബുദ്ധിമുട്ട് വരിക. അപ്പം നിങ്ങളും പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളും +1 +2 തലത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്ന് പൊടി തട്ടിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ നമുക്കിവിടെ ഉണ്ടാകത്തുള്ളൂ. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ. എ ബോഡി വെയ്സ് ഓഫ് 50 Newton ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇത് ഗ്രാവിറ്റി എന്നാണ്. നമ്മൾ അവിടെ എന്താണ് പല പൊസിഷനിൽ ഹൈറ്റ്, ഭൂമിക്ക് മുകളിലേക്ക് പോകുമ്പോഴും ഭൂമിക്ക് താഴോട്ട് പോകുമ്പോഴും ഒക്കെ ഹൈറ്റിലെ വേരിയേഷൻ നമ്മൾ ഡെറിവേഷൻ ചെയ്ത് പഠിക്കുന്നുണ്ട് +1 +2 ഗ്രാവിറ്റേഷൻ്റെ ഭാഗത്ത്. അപ്പം ഈ ഒരു ഭാഗമൊക്കെ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇവിടെ ഇപ്പം ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ എക്സാമിൽ ഇവിടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിരുന്നു √2 വെച്ചിട്ടുള്ളത്. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ആയിരുന്നു ചോദിച്ചത്, Gm/r വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് നമ്മുടെ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് വളരെ സിമ്പിളാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്? അല്ലേ, നമുക്ക് അവിടെ അഡിയബാറ്റിക് പ്രോസസ് ഉണ്ട്, ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, ഐസോബാറിക് പ്രോസസ് ഉണ്ട്, ഐസോകോറിക് പ്രോസസ് ഉണ്ട്. ഈ ഐസോകോറിക്കിൽ എന്താണ് സംഭവിക്കുന്നത്? വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അഡിയബാറ്റിക്കിൽ എന്തായിരിക്കും? അഡിയബാറ്റിക്കിൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ രീതിക്ക് അതൊന്ന് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് ആ ഇക്വേഷനിൽ നമ്മുടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 30-40 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തെർമോഡൈനാമിക്സ് നമുക്കത് റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീണ്ടും ഒരു 1.5 മണിക്കൂറുടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ തെർമോഡൈനാമിക്സ് പക്കായാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് വരുന്നത് എവിടെയാണ്? അതും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നോക്കിക്കുക, നമ്മുടെ +1 നമ്മുടെ സിമ്പിൾ പെൻഡുലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓസിലേഷൻസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. At what distance from the mean position is the kinetic energy in a simple harmonic oscillator equal to potential energy? നമ്മളവിടെ ½ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ അന്ന് കാണാതെ പഠിച്ച ഓർമ്മയുണ്ടോ? ആ ½ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. E/2 കൈനറ്റിക് എനർജി K is equal to ½ നമ്മളത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? A/√2 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്, വെറും +2 ലെവൽ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, വേറെ ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. അതുപോലെ എന്താണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് നീഡഡ് ടു, നമ്മുടെ പാസ്കൽസ് ലോ ഒക്കെ വരുന്ന പ്രഷറും അതുപോലെ തന്നെ ഏരിയയും തമ്മിൽ ഫോഴ്സും ഏരിയയും തമ്മിൽ ബന്ധപ്പെടുന്ന പാസ്കൽസ് ലോ പോലുള്ള കാര്യങ്ങളുടെ ഇക്വേഷൻസ് ആണ്. ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചു കുട്ടികൾ ഇപ്പോൾ 9ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കൊച്ചു കുട്ടികൾ, ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിലുള്ള കൊച്ചു വീരന്മാർ എന്ത് ചെയ്യും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ ഒരു BB റോയ് ഓഫ് എ ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്ന് പറയുന്ന ആ കോഡ് പഠിക്കുക. ആ കോഡിൻ്റെ അകത്ത് കളർ കോഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ദ റെസിസ്റ്റൻസ് ഓഫ് ദി കാർബൺ റെസിസ്റ്റർ വിത്ത് എ കളർ കോഡ് റെഡ്, യെല്ലോ, റെഡ്, ഗോൾഡ് ആണ്. അപ്പം അത് എന്ത് ചെയ്യുക, അത് നമുക്ക് ചെയ്ത് പഠിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ ടോളറൻസ് അടക്കം വന്നിട്ടുണ്ട്. കാരണം ടോളറൻസ് വന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് 2 വന്നേക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ആഡ് സംതിങ് വരില്ല. 10% നമ്മൾ 10%ഓ 5%ഓ നമ്മൾ കറസ്പോണ്ടിങ് ലൈനിന് നമ്മൾ ടോളറൻസ് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം കണ്ടു കഴിയുമ്പോൾ ഒരു എന്താണ് മറന്നുപോയി എന്നൊരു തോന്നലല്ലേ ഉള്ളൂ. നമുക്കിത് പഠിച്ചെടുക്കാവുന്നതല്ലേ. ഓക്കെ, ഇനി നമ്മുടെ കപ്പാസിറ്റൻസ്, ഇത് നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു ടോപ്പിക് ഏതാ? ഇലക്ട്രോഡൈനാമിക്സ് ആണ് അല്ലേ.
ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സും ഇലക്ട്രോഡൈനാമിക്സും ആണ് ഇന്നും എന്താണ് ഹയർ ഫിസിക്സിൽ പോലും നമ്മളെ തട്ടി വീഴ്ത്തുന്ന ഒരു സാധനമാണ് ഇലക്ട്രോഡൈനാമിക്സ്, ED എന്ന് നമ്മൾ പറയും. ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല മനോഹരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അപ്പം നിങ്ങൾ വന്ന് കമൻറ്റ് ഇടരുത് എന്നിട്ട് സാർ എന്തേ ചെയ്യാത്തതെന്ന്. ഞാനിപ്പം നിങ്ങളെ എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പം ജസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബറിലാണ്. ആ നോട്ടിഫിക്കേഷനൊക്കെ വരാറാകുമ്പം വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വരും. അപ്പം അതുവരെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറെടുക്കുക. ഇത് മറ്റൊരു ചോദ്യം നമുക്ക് എന്താണ് വേവ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ടായിരുന്നു. ആ ഭാഗത്തുനിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പം അവിടെ എന്താണ് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്, ഇതുപോലത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, പിന്നെ കോൺസ്റ്റന്റുകൾ ചോദിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 kg ഒക്കെ പോലുള്ള കോൺസ്റ്റന്റുകൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ഫിസിക്സിൽ നിന്ന് നമുക്ക് 15 മാർക്കാണ്, കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്കാണ്. കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ കുറച്ചും കൂടെ ഷ്രിങ്കഡ് ടോപ്പിക്കാണ്. ഇത്രയും ഇലാബറേറ്റഡ് ആയിട്ട് ഫിസിക്സ് പോലെയല്ല കെമിസ്ട്രി, കുറച്ചും കൂടെ ഒതുങ്ങിയതാണ്. നമുക്കത് കെമിസ്ട്രി അടുത്ത ദിവസം നമ്മൾ ചെയ്യാം. ഇനി അതുപോലെ തന്നെ 15 മാർക്ക് കെമിസ്ട്രി, 15 മാർക്ക് ഫിസിക്സ്, 20 മാർക്ക് സുവോളജിയാണ്. 20 മാർക്ക് സുവോളജിയിൽ നിന്നും ബോട്ടണി എന്നുമാണ്. അപ്പോൾ 10 മാർക്ക് നമ്മുടെ സുവോളജി, 10 മാർക്ക് ബോട്ടണിയാണ്. ബോട്ടണി നല്ല ഡ്രൈ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ എന്താണ് ഫ്ലവറിങ് പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ആൻജിയോസ്പെം, ജിംനോസ്പെം, ഫൈലം കോഡേറ്റ, അതുപോലെ തന്നെ സീ കുക്കുംബർ, അങ്ങനെ നമ്മൾ കുറേ പഠിച്ചില്ലേ. അതുപോലെ സയൻറ്റിഫിക് നെയിംസ്, ആ ഒരു ടോപ്പിക് ഒക്കെയാണ് ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് വരുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി MLTയെ കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് മറ്റ് അധ്യാപകർ, MLTക്ക് നമ്മളിവിടെ അധ്യാപകരുണ്ട്, അവർ പറഞ്ഞു തരും. അപ്പം നമുക്ക് വേണ്ടത് എന്ത് ചെയ്യുക, നമ്മൾ ആർജിച്ചെടുക്കുക, പഠിക്കുക, നല്ല റിസൾട്ട് വാങ്ങുക, ജോലിയിൽ പ്രവേശിക്കുക. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 27,000 എന്ന് പറയുന്ന നല്ല സ്കെയിലാണ് അറ്റ് പ്രസൻറ്റ്. അതായത് 2019 സാലറി റിവൈസ് ചെയ്തത്. ഇതിലേക്ക് വരുമ്പം നമുക്ക് അടുത്ത റിവിഷനിലേക്ക് വരുമ്പോൾ ഒരു 38,000 to 40,000 അതിൻ്റെ സാലറി സ്കെയിൽ മാറും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്ക് മാത്രമേ +2-ൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ MLT BHC എന്നൊരു ഓപ്ഷനാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. നമ്മൾ PSCയിൽ പുതിയ കുട്ടികളൊക്കെ PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ പഠിച്ചു ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കോഴ്സ് എടുത്താൽ പോലും നമുക്ക് എന്താണ് ലേണിംഗ് മെറ്റീരിയൽ എന്താണ് കുറേ പേർക്കൊക്കെ സ്വന്തം ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവർ അവരുടെ അനിയൻ്റെയോ അനിയത്തിയുടെയോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നമ്മുടെ പഴയ പാഠപുസ്തകങ്ങളുണ്ടെങ്കിൽ, +1+2 പാഠപുസ്തകങ്ങളുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് വെക്കണം. നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകണം, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം, നമുക്ക് ജോലിക്ക് കയറണം, എന്നിട്ട് നമുക്ക് അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ജീവിക്കണം. അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അതിനായിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇപ്പം എന്താണ് ഒരു കോഴ്സ്, ഇത് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ ക്രൈറ്റീരിയ കയ്യിലുള്ള ആൾക്കാർക്ക് എന്താണ് ഒരു കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്നുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. +2 സയൻസ് VHC പഠിച്ചവർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പം നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്പറാണ് നമ്മുടെ ബോർഡ് നമ്പർ എന്ന് പറയുന്നത്. 85 89 08 35 68 എന്ന് പറയുന്ന ബോർഡ് നമ്പറാണ്. ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോഴ്സിനെ പറ്റിയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭ്യമാകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കൺഫ്യൂഷനൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. ഈവൻ ഞങ്ങളെപ്പോലുള്ള ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. എൻ്റെ പേര് ഇർഷാദ് എന്നാണ്. എന്നോട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ ആകാം. മറ്റ് ഫാക്കൽറ്റീസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് ഈവൻ സംശയം തീർക്കണമെങ്കിൽ അങ്ങനെ ഒരു അവസരമുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ടൈമിലും അവൈലബിൾ അല്ല എന്നും കൂടി പറയുന്നു. ഉള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനോ കോഴ്സുമായിട്ടോ ഒക്കെ ബന്ധമുള്ള സംശയങ്ങൾ തീർക്കുന്നത്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇതിനടിയിൽ കമൻറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് റിപ്ലൈ തരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.